Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നോൺ വെജ് റെസിപ്പിയാണോ അതെന്നാ ചോദിച്ചാൽ ചിക്കൻ ആണോ നമ്മൾ ഏറ്റവും കൂടുതൽ റെസിപ്പീസ് കണ്ടുപിടിച്ചിട്ടുള്ളതും നമ്മളിവിടെ ചെയ്തിട്ടുള്ളതും ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ ചെയ്തതായത് പക്ഷെ എന്നാ പറയുക ബേസിക് ഒരു അഭിപ്രായങ്ങൾ കേട്ടേച്ച് റിപ്പീറ്റായിട്ട് ചോദിച്ച ഒരെണ്ണമാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ പെരട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് എളുപ്പത്തിലാണ് ചെയ്യാൻ പോകുന്നത്. മറ്റല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പൊടിയെല്ലാം കൂടെ ചേർത്ത് ചിക്കനകത്ത് പെരട്ടി വെച്ച് ഒന്ന് വേവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പെരട്ടി വെച്ച് ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് നോക്കിയോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചതച്ചതോ പേസ്റ്റോ അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചതോ, പിന്നെ വേണ്ടിയ കുറച്ച് സവാള, പച്ചമുളക്, ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ട ചെയ്യാൻ പോകുന്നത്. അതിന് ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വറ്റൽമുളക് അരച്ച് വെച്ചേക്കുക, ഗരം മസാല, കുരുമുളക്, മല്ലിപ്പൊടി, കുറച്ച് തേങ്ങാപ്പാൽ. ഇപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ടാവും. പിന്നെ കുറച്ച് മല്ലിയില. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഇത് ശരിക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. അതല്ല റിഫൈൻഡ് ഓയിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ കടുക് അങ്ങനത്തെ കടുകിടാം. പിന്നെ ചിലർ ചിക്കൻ കറി വെക്കുമ്പോഴത്തേന് ഇച്ചിരി ഉലുവയൊക്കെ ഇടുന്നവരുണ്ട്. ഉലുവ ഇട്ടാൽ ഒരു തരക്കേടുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പെട്ടെന്ന് വിചാരിക്കുന്നത് മീൻകറി കൂട്ടിരിക്കുമെന്നേ, പക്ഷേ മീൻകറി കൂട്ടി ഒന്നും ഇരിക്കുകയില്ല. ഇച്ചിരി ഉലുവ ഇട്ട് പൊട്ടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കടുക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഞാൻ കടുക് ഇടുന്നില്ല. ഡയറക്റ്റായിട്ട് ഞാൻ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റി ഓരോന്നായിട്ട് ഇടുക ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ടല്ലേ ഇടുന്നതെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ആദ്യം പൊടിയെല്ലാം ചേർത്തേച്ചാ ചിക്കൻ ഇടുന്നത്. പക്ഷേ ഇതിനകത്ത് എണ്ണ ഒരു ഇച്ചിരി കുറയ്ക്കാമെങ്കിൽ കുറച്ച് വെച്ച് തേങ്ങാപ്പാലിൽ നിന്ന് ഊറുന്ന എണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന ഓയിൽ ഫ്രീ ചിക്കൻ വരെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ അത്രയും തേങ്ങാപ്പാൽ എടുക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഉപേക്ഷിച്ചെന്ന് വെച്ചോ, എണ്ണ വേണ്ട, എണ്ണ ഇല്ലാണ്ട് നമ്മൾ നിറച്ച് കട്ടി തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ ഇതെല്ലാം വേവിച്ച് ലാസ്റ്റ്, അതായത് ഇതെല്ലാം അങ്ങ് പറ്റി കഴിയുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ ഊറുന്ന ഇച്ചിരി എണ്ണ ഉണ്ടാവും. ആ എണ്ണയിൽ ചിക്കൻ മുരിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഹെൽത്തിയാണ്. ഇത് പക്ഷേ ഇപ്പം ഞാൻ എണ്ണ ചേർത്തേച്ചാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് സവാളയുടെ കൂടെ കുറച്ച് പച്ചമുളകൊക്കെ നിറച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ അരച്ച മുളക് ചേർക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം. ഉള്ളി ഒന്ന് ഇച്ചിരി വേഗം വാടാനായിട്ട് ഇച്ചിരി ഉപ്പിടുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലോണം വഴന്ന് വരാനുള്ള ഒരു സാധനവും കൂടി തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അത് ഒരു 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതായത് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇടുക. ബേസിക്കലി എല്ലാവർക്കും പറ്റുന്ന ഒരു അപ്പത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും അളവറിയാതെ പോകുന്നതാണ്. 1 കിലോ കോഴിക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂണ് വെളുത്തുള്ളിയോ ആണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ അരയ്ക്കുവാണെങ്കിലും ഈ പറഞ്ഞ പോലെ 3 ടീസ്പൂണൊക്കെ ചേർക്കാം. ഉള്ളി ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. നല്ലോണം വഴറ്റാവുന്ന എത്ര വഴറ്റാമോ അത്രയും നല്ലതായിട്ട് വഴറ്റാം. പിന്നെ അതല്ല കുറച്ച് നമുക്കൊരു ഒരു അരപ്പൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് വഴറ്റണ്ട, ആവശ്യത്തിനൊന്ന് വഴറ്റിയേച്ച്. അതായത് പക്ഷേ പറയുന്ന പച്ചച്ചൊവ്വ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ആ കുത്തലൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയുടെയും ആ ഇഞ്ചിയുടെയും ഒക്കെ ഒരു കുത്തൽ ത്രൂ ഔട്ട് ഈ ഒരു കറിക്കകത്തുണ്ടാവുമേ. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി എത്ര വഴറ്റാമോ അത്രയും വഴറ്റുക. അരപ്പ് വേണം എന്ന് തോന്നുന്നവർക്ക് മാത്രം ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട, ഒരു
ഇടത്തരം മീഡിയം ആയിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നിർത്താം. ഒരു പരിധി വരെ അതിനെ വാട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് പൊടിയൊക്കെ ഒന്ന് ചേർക്കട്ടെ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഒരു ഇച്ചിരി ഗരം മസാല, ഈ അരപ്പൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഈ ഇറച്ചി ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്ത് നമ്മൾ കുരുമുളകും പച്ചമുളകും ഇപ്പം എരിവിന് ചേർത്തേക്കുന്നത്. നമ്മുടെ എരിവ് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാൻ. ഇപ്പം ആസ് ഇറ്റ് ഈസ് ഞാനൊരു 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇത് നല്ല കാശ്മീരി അല്ല, സാധാ എരിവുള്ള മുളകാണ്. ഇതിനകത്തോട്ട് പുളിക്കുള്ള ടൊമാറ്റോ, ഇതിപ്പോൾ നമ്മൾ ശരിക്കും സാധാ നമ്മുടെ പൊടികളെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ പെരട്ടാണിത് ശരിക്കും. ഇതല്ല, നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വേണം, ഒരു വേറെ ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറച്ചൊരു വ്യത്യാസ ഫ്ലേവർ ആണെങ്കിൽ ഒരു എന്താ പറയുക ചിക്കൻ മസാല എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. ആ പൊടിയും കൂടെ ഒരു 2 ടീസ്പൂൺ ചേർത്തേച്ചാൽ മതി. ഒരു നല്ല ടേസ്റ്റും കൂടെ വരിക. പിന്നെ ഇതിനകത്ത് കറിവേപ്പിലയും മല്ലിയിലയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ രമ്പയില എന്ന് പറഞ്ഞിട്ടൊരു ഇല കിട്ടാറുണ്ട് വാങ്ങാനായിട്ട്. അത് ശരിക്കും ബിരിയാണിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് ചില സ്ഥലത്തൊക്കെ ഓൾ സ്പൈസസ് എന്ന് പറയുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അത് ഇവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ അതിന് രമ്പയില എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല മണമാണ്. ബിരിയാണിക്കകത്ത് ഇടുവാണെങ്കിലും ഇറച്ചിക്കറിക്കകത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഒരു 2 ഇല, ഒരു ഇലേനെ എന്താ പറയുക, അതിൻ്റെ പകുതി ഇട്ടേച്ചാലും മതി, ഇലയുടെ പകുതി ഇട്ടേച്ചാലും മതി. ഒരു ശക്കലം എരിവും കൂടെ ഞാൻ ഇടുന്നുള്ളൂ, 1 സ്പൂണും കൂടെ. പിന്നെ നല്ലൊരു നിറവും അതിനുള്ള എരിവും കൂടെ ഉണ്ടാവും. ഓരോ സ്റ്റേജിലും ഒരു ഇച്ചിരി കറിവേപ്പില ഇടുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല. ഇനി ഈ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഞാൻ ഇട്ടു കഴിഞ്ഞു. അതായത് കംപ്ലീറ്റ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സകല സാധനവും, എരിവ് മാത്രം ഞാൻ പറഞ്ഞല്ലോ അവനവൻ്റെ ഇഷ്ടത്തിന്. പച്ചമുളകാണെങ്കിൽ അങ്ങനെ, കുരുമുളകിനാണെങ്കിൽ അങ്ങനെ, അതല്ല ചുമന്ന മുളകാണെങ്കിൽ അങ്ങനെ, അതെല്ലാം ചേർത്ത് അരപ്പെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി വെള്ളം ഒഴിച്ചേച്ചല്ല നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാണേ. ഇതിന് കട്ടി ഒരൊറ്റ തേങ്ങാപ്പാൽ ഒഴിച്ചേച്ചാൽ മാത്രം മതി. ഇത് ശരിക്കും ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചേർത്തേക്കുന്ന ഒന്നും വഴറ്റാതെ തന്നെ എല്ലാം ഇറച്ചി പൊടിയും എല്ലാം കൂടെ പെരട്ടി എടുത്തേച്ച്, ഉള്ളി ഉൾപ്പെടെ പെരട്ടി എടുത്തേച്ച്, ഇവിടെ വെച്ചിരിക്കുന്ന സകല സാധനങ്ങളും ഒരുമിച്ചാക്കി പെരട്ടി എടുത്തേച്ച് ഇതേപോലെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്ത് വറ്റി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ ഊറും. ആ എണ്ണയിൽ നിന്നാണ് നമ്മൾ പിന്നെ അതിനെ മുരിച്ചെടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ബാക്കിയെല്ലാം വഴറ്റി നല്ലോണം ചേർത്തിട്ടുണ്ട്. ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് വറ്റുമ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയും തേങ്ങാപ്പാലിൽ നിന്ന് ഊറിയ എണ്ണയും കൂടെ കാണും. അതിട്ട് നമ്മുടെ ഇറച്ചി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഒരു ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ. ഇതിനകത്ത് എക്സ്ട്രാ ഒച്ചിലൂടെ ഒരു പടിക്ക് മുകളിലൊരു ടേസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ മസാലയുടെ ഒരു 2 ടീസ്പൂൺ മസാല പൗഡറും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് ടേസ്റ്റ് വരുത്തണമെങ്കിൽ ഇത് നല്ല വെന്ത് നല്ല മുരിഞ്ഞു വരണം. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള സാധനം കൂടെ എനിക്ക് ഉണ്ടാക്കാനുണ്ട്.
ടു ആനീസ് കിച്ചൺ. നമ്മുടെ കറി റെഡിയാണ്. ഇനി നമുക്ക് ഒറ്റ താമസം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കുക എന്നുള്ള താമസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാനിത് ഇത്രയും ധൃതി കൂട്ടാൻ കാര്യം എന്നാന്ന് വെച്ചാൽ മ്യൂസിക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളും ഇല്ല, ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ. നമ്മുടെ ആനീസ് കിച്ചണിൽ കുറേ നാളായി നമ്മൾ മ്യൂസിക് കേട്ടിട്ട്. പണ്ടൊക്കെ നമ്മൾ മ്യൂസിക് വെച്ചുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പാട്ടും വിശേഷങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ കുറേ നാളുകൊണ്ട് അതൊരു ഗ്യാപ്പ് വീണ സ്ഥിതിക്ക് എനിക്കും ഇത്ര ഒരു ധൃതി എന്നാന്ന് വെച്ചാൽ രഞ്ജിൻ രാജാണ് എന്ന ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ഇനി ഒരു നിമിഷം പോലും താമസമില്ല. പാട്ട് ആസ്വദിക്കുന്ന ഞാനും എൻ്റെ പ്രേക്ഷകർക്കും ഞാൻ രഞ്ജിൻ രാജിനെ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. രഞ്ജിൻ, രഞ്ജിൻ എന്നാ ഉണ്ട് വിശേഷം? ആദ്യം ചോദിക്കട്ടെ. നല്ല വിശേഷം ചേച്ചി. ഭയങ്കര ഒരു എന്താ പറയാ പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് രഞ്ജിന്റെ ഫേസിൽ കാണാനുണ്ട്. ബേസിക്കലി ഇങ്ങനെ ഭയങ്കര സ്മാർട്ട് ആണോ? അത് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. ആളും തരവും കണ്ടേ വർത്താനം പറയാറുള്ളൂ എന്ന് പറയുന്ന പോലെ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ. മ്യൂസിക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ചോദ്യം ചോദിക്കാൻ പോകാം. അതെ, ഇപ്പത്തെ എല്ലാ പിള്ളേരെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ പിള്ളേരും ഇപ്പൊ താടി വെച്ചിട്ടുണ്ട്, ശരിയാ, ഇൻക്ലൂഡിങ് യു അല്ലേ? ഇതിന്റെ സീക്രട്ട് വല്ലതും ഉണ്ടോ ഇതിനകത്ത് പറയുന്നത്? ഞാൻ കുറച്ച് കോൺഫിഡൻസ് എനിക്ക് കേട്ടോ, കുറച്ച് കോൺഫിഡൻസ് കൂടിയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഈ മ്യൂസിക് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ ശേഷമാണ് അറിയാതെ വെച്ച് തുടങ്ങിയത്. പിന്നെ അതൊരു ഐഡന്റിറ്റി ആയിട്ട് ഞാൻ തന്നെ മാറ്റിയായിരുന്നു. താടി വെച്ചത് അങ്ങനെയാണ് അല്ലേ? ഓ, അത് അതിന് മുമ്പ് നല്ല കൊച്ചായിരുന്നു. താടി വെച്ച നല്ല വെച്ചല്ലേ? അല്ല, ആക്ച്വലി ഇതൊരു എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് താടി ഉള്ളപ്പോ. നന്നായിട്ട് ഇങ്ങനെ കട്ടിക്ക് വരുമ്പോ ഒരു ഫീൽ ഉണ്ട്. ആരോണ്ടോ കൂടെ ഫീലിംഗ് ആണോ? അല്ല, ശരിക്കും ഞാൻ എന്റെ ഇതിൽ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഏട്ടന് ഞാൻ ഷാജിക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പിന്നെ ജോഷിയേട്ടൻ, ഇവരൊക്കെ ജോഷിയേട്ടനും പിന്നെ അങ്ങനെ ഒന്നും ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയില്ല, എല്ലാ പിള്ളേരും നല്ല താടിയൊക്കെ വെച്ചിട്ട് ഈവൻ ഒരു കല്യാണ ചെറുക്കനെ പോലും കണ്ടു കഴിഞ്ഞാൽ ആ താടി ഇങ്ങനെ ഭയങ്കര ഷേപ്പ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പത്തെ യൂത്തിന്റെ ട്രെൻഡാണ്. ഡെഫിനറ്റ്ലി മിക്കറിലും ഈ ക്ലീൻ ഷേവ് ചെയ്ത് അധികം ആൾക്കാർ ഇപ്പൊ അധികം കാണാറില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ ചെയ്ത് എന്നത് അതിന്റെ ഒരു സീക്രട്ട് കാണുമല്ലോ അല്ലേ? കോൺഫിഡൻസ് ലെവൽ എനിക്ക് കേട്ടോ, എല്ലാവർക്കും എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്റെ മിക്ക ഫ്രണ്ട്സിനും താടി ഉണ്ട്. ചോദിക്കാം, ഞാൻ അറിയാം. പിന്നെ ഈ മ്യൂസിക്കിലേക്ക് ഓൾ ഓഫ് എ സഡൻ രഞ്ജിൻ വന്നല്ല? അല്ല, ഞാനൊരു 2007 തൊട്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും മ്യൂസിക് ഡയറക്ഷൻ തന്നെയായിരുന്നു ലക്ഷ്യം, ഈവൻ ചെറുപ്പം തൊട്ട് തന്നെ. അപ്പോൾ ഒരു 13 എത്തിയപ്പോൾ ഞാൻ ആഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഡൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ കുറേ ആഡ്, ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒഡിയൻ പോലത്തെ സിനിമകളുടെ ടീസേഴ്സ്, അങ്ങനെ കുറേ മാമാങ്കടക്കം കുറേ ടീസർ മ്യൂസിക് കുറേ ചെയ്തു. അങ്ങനെയാണ് ജോസഫിലേക്ക് എത്തിയത്. അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മ്യൂസിക്കിലേക്ക് വരിക, കുഞ്ഞുനാൾ മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ട്? ഞാൻ കർണാട്ടിക് മ്യൂസിക്കാണ് പഠിച്ചത്, ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ അമ്മ പാടും? അമ്മ എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ്, മ്യൂസിക്കിനോട് ഭയങ്കര ഒരു പാഷനുണ്ട്. ഇപ്പൊ ഉദയഭാനു അങ്കിളടക്കം ഒരുപാട് പേരുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, സാഹിത്യകാരന്മാർ, പിന്നെ അതുകൂടാതെ വരയ്ക്കുന്ന ആൾക്കാർ, പാടുന്ന ഡാൻസുമാർ, ഡാൻസ് കളിക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. വെൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരുണ്ട്, ട്രെയിൻഡ് അല്ലാത്തവർക്കും ഒരു പാഷനുള്ള ആൾക്കാരാണ് എൻ്റെ ഫാമിലിയിൽ കുറേ മിക്കവർക്കും. അങ്ങനെ കിട്ടിയതായിരിക്കാം. അപ്പൊ കുഞ്ഞിലെ പാട്ട് പഠിച്ചു? ചെറുപ്പം തൊട്ട് ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. അതില് തുടങ്ങിയ എയിമാണ്. അപ്പൊ കോളേജൊക്കെ എത്തിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കലാപ്രതിഭ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സബ് ജില്ല സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ എന്നും ലളിതഗാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെ പാടുന്ന ഒരു വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ എയിം എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആവാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ അപ്പോഴും ഹാർമോണിയം അല്ലെങ്കിൽ കീബോർഡിലായിരുന്നു എനിക്ക് കൂടുതൽ. ഈവൻ ഇൻസ്ട്രുമെന്റ്സിന്റെ പുറകെയും പിന്നെ ഒരു പാട്ട് കേൾക്കുമ്പോഴും ഞാൻ അതിന്റെ കൂടുതൽ ഓർക്കസ്ട്രേഷനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പാടുന്നതിനെക്കാട്ടിലും. എന്തൊക്കെയാണ് പോകുന്നത്, ബേസ് ഗിറ്റാർസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ കേൾക്കും. ആരും കേൾക്കാത്ത പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കേട്ടെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അത് ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെ ആയിരുന്നു, അതിനോടായിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ഏതാ?
എനിക്ക് ഇപ്പം ഞാനിപ്പോൾ മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയ ശേഷം എല്ലാം എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഇപ്പോൾ ഈസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു സാരംഗിയും വീണയും സിത്താറും ഒക്കെ ഞാൻ എടുക്കാറുണ്ട് ലൈവ് എടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ പാട്ടുകൾ അറിയാതെ വന്ന് കയറി പോകുന്ന ഫ്ലൂട്ടിൻ്റെ ഒരു എലമെന്റ് എപ്പോഴും ഇപ്പോൾ ജോസഫിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ബാസുരിയിൽ കേൾക്കുമ്പോൾ ഞാൻ എല്ലാ ദൈവങ്ങളുടെയും ഭക്തനാണ്. ഒരു പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും 100%. അപ്പൊ ഫ്ലൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കൃഷ്ണന്റെ ആണല്ലോ, അപ്പം അതുകൊണ്ടാണ് കൃഷ്ണഭക്തൻ തന്നെയാണ്. അതുകൊണ്ടാണോ ഇനി ഫ്ലൂട്ട്? അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ബാസുരി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹിന്ദുസ്ഥാനി ഫ്ലേവർ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ ഒരു സം കൈൻഡ് ഓഫ് വേറൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. അതായിരിക്കാം. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ തന്നെയായിരുന്നു. അമ്മ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, അമ്മ മരിച്ചു. 1.5 years ആയി. അമ്മ ചേച്ചിയുടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഹ്യൂജ് ഫാനാണ്. ഹ്യൂജ് ഫാനാണ്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഇപ്പം ഇല്ല, പക്ഷെ എൻ്റെ അമ്മ തന്നെയായിരുന്നു എന്നെ ശരിക്കും എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ എൻ്റെ മ്യൂസീഷ്യൻ ഞാൻ ആയതിന് ഒരേ ഒരു കാരണം അമ്മയാണ്. 100% എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ ഫുൾ ടൈം. പഠിത്ത കാര്യത്തിലൊക്കെ ആണെങ്കിലും അമ്മ ഇങ്ങനെ അവൻ ചെയ്യട്ടെ. പഠിത്തത്തിനെക്കാട്ടിലും അമ്മ മ്യൂസിക്കിനാണ് എനിക്ക് ഇമ്പോർട്ടൻസ് തന്നിരിക്കുന്നത്. അമ്മ പാടുമായിരുന്നു? അമ്മ പാട്ടിനോട് ഭയങ്കര പാഷനായിരുന്നു, ഡാൻസും ചെയ്യുമായിരുന്നു, പക്ഷെ ട്രെയിൻഡ് അല്ലായിരുന്നു. പക്ഷെ ഇഷ്ടം കൊണ്ട് അമ്മ ചെയ്തു. അമ്മയ്ക്ക് പബ്ലിക്കിലൊക്കെ പാടാനൊക്കെ ഇഷ്ടമായിരുന്നു ഒരുപാട്. അമ്മ ടീച്ചറായിരുന്നു. എയിം ഉണ്ടായിരുന്നു തോന്നുന്നു അമ്മയുടെ ഉള്ളിൽ ഒരു കല, ഒരു അമ്മയ്ക്ക് ഒരു സ്റ്റേജ് വരണം എന്ന്. അതൊക്കെ ചിലപ്പോൾ രഞ്ജന് കൂടെ ആയിരിക്കും അമ്മ കണ്ടത് അല്ലേ? ഒറ്റ മോനാ? അല്ല, എനിക്ക് സിസ്റ്റർ. ചേച്ചി എന്നാ ചെയ്യുക? ദുബായിലാണ്, സെറ്റിൽഡ് ആണ്. ചേച്ചിക്ക് പാട്ടിനോടൊന്നും ഇഷ്ടമല്ല? ഡാൻസറാണ്, ഡാൻസ് കളിക്കും. പ്രൊഫഷണലി എടുത്തില്ല, പക്ഷെ ആ സമയത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ ഈ പറഞ്ഞ കലാതിലകമൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് സ്കൂൾ നടത്തുന്ന? ഇല്ല, ചേച്ചി ഇപ്പൊ വേറൊരു ചേച്ചി വർക്ക് ചെയ്യുന്നതാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു പാറ്റ്സ്പിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്പിന്നിങ് കമ്പനിയിൽ സ്പിന്നിങ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് അച്ഛൻ ഇപ്പോൾ റിട്ടയർഡ് ആയി. അച്ഛൻ പാലക്കാടാണ്. അപ്പൊ മോന്റെ ഉയർച്ച കണ്ട അച്ഛൻ സന്തോഷിച്ചിരിക്കുക. ഒരു ചെറിയ ദുഃഖത്തിൽ കൂടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും അച്ഛൻ ആഗ്രഹിക്കും, നാച്ചുറൽ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ജോസഫിലേക്ക് വരാൻ നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടാവും, നാച്ചുറൽ. നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഫെയിമിലേക്ക് വരാനോ ഒരു സെലിബ്രിറ്റി ആവാനോ ഇറ്റ്സ് നോട്ട് സോ ഈസി. രഞ്ജൻ എന്തെങ്കിലും സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ്? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 600-700ഓളം ആഡുകളും ഷോർട്ട് ഫിലിം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിൽ എത്തിയത്. ഒരു 5-6 കൊല്ലത്തിലാണ് അത്രയും ചെയ്തത്. അപ്പോൾ അതാരും അറിയുന്നില്ലല്ലോ, ഈ ആഡുകളും കാര്യങ്ങളും ജിംഗിൾസും അല്ലെങ്കിൽ പല പ്രമുഖ ചാനലുകൾക്കും വേണ്ടിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതാർക്കും അറിയുന്നില്ല. ഇപ്പോൾ ഒടിയൻ്റെ ടീസർ മ്യൂസിക് ഒരുപാട് പ്രൈസ് ചെയ്യപ്പെട്ടതാണ്, പക്ഷെ അത് ആരും മ്യൂസിക് ചെയ്തു എന്ന് ആർക്കും അറിയുന്നില്ല, അന്വേഷിക്കില്ല. പക്ഷെ സിനിമയിൽ പേര് വരുമ്പോഴാണ് എപ്പോഴും നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ ജോസഫ് ഇത്രയും ഒരു വലിയൊരു ഹിറ്റൊക്കെ ആയപ്പോൾ ആൾക്കാരെ പെട്ടെന്ന് ഒരു ആൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരു ലക്കാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു 6-7 കൊല്ലത്തെ ഒരു വലിയ സ്ട്രഗിൾ അതിന്റെ പുറകിൽ എന്തായാലും 6-7 കൊല്ലം വളരെ ചെറുതാണ് സിനിമയില്, പക്ഷെ എങ്കിലും അതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ട്രഗിൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ രഞ്ജൻ ആരോടെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചിട്ടുണ്ട്? എല്ലാവർക്കും അറിയുന്നത് പാട്ടുകാരനായിട്ടാണ്. പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ പോകുമ്പോഴും അവരായിട്ട് സംസാരിക്കുമ്പോഴും അവരെന്നെ കൊണ്ട് പാടാൻ പറയും. ഞാൻ പാട്ട് പാടിക്കാനായിട്ട് മെല്ലെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് ഞാൻ ചെയ്ത കമ്പോസിഷൻസ് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ എൻ്റെ ലക്ഷ്യം മ്യൂസിക് ഡയറക്ഷൻ അവരിൽ കൂടെ കിട്ടും എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈച്ച് ആൻഡ് എവറി ആരെ കണ്ടാലും സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഇൻഡയറക്ട്ലി എങ്കിലും ഞാൻ ചോദിച്ചിട്ടേ എല്ലാം അവിടെ നിന്ന് പോവുള്ളൂ. ഇഷ്ടംപോലെ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അല്ല, ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ഇപ്പൊ ഈ നമ്മൾ ഒരുപാട് ടീസേഴ്സ് ചെയ്യുന്നുണ്ട്, ആഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു സിഗ്നേച്ചർ പതിച്ചിട്ട് ഒരാൾ ഇന്ന പടം ചെയ്യുമെന്ന് ചോദിച്ചതാണോ ജോസഫ്? അല്ല, ജോസഫ് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ചെയ്ത കുറേ വേറൊരു പ്രമുഖ മലയാളം ചാനലിന് വേണ്ടിയിട്ട് എല്ലാ മ്യൂസിക്കും എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് പ്രൊമാക്സ് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് മാത്രമല്ല, അതിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും. അപ്പോൾ ആ വർക്കൊക്കെ കൊണ്ട് ഞാൻ പപ്പേട്ടനെ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ കൊണ്ട് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. പപ്പേട്ടൻ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു പടം വരുന്നുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വിളിക്കാം എന്നാണ് പറഞ്ഞു. പാട്ടുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പടം മാറിപ്പോയി. ജോസഫ് ഓണായപ്പോൾ പപ്പേട്ടൻ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞു, 2 പാട്ട് ചെയ്യണം പറഞ്ഞാൽ ആദ്യം വിളിക്കുന്നത്. അതാണ് 5 പാട്ടുകളായിട്ട് മാറിയത്. അതിനകത്ത് ഒരെണ്ണം ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ്. അത് ശരിക്കും ഈ ഒരു പാട്ടല്ല, 5 പാട്ടായാലും ശരി, എല്ലാത്തിനും അതിൻ്റെതായ ഒരു വർക്ക് ഹാർഡ് ഉണ്ട് ഇതിൻ്റെ പുറയിൽ. എല്ലാം ഒരുപോലെ ആയിരിക്കാം വർക്ക് ചെയ്തത്. പക്ഷെ എന്നതേലും ഒരു ഇഷ്ടം ആ ഒരു പാട്ടിനോട് പ്രത്യേകം ഉണ്ടായിരുന്നു. ഇല്ല, അത് എനിക്കിത് ഇറങ്ങി ഹിറ്റ് ആയതോടെ മനസ്സിലാക്കിയത് ഏത് ഹിറ്റാവും ഏത് ഫ്ലോപ്പ് ആവും നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഒന്നും മനസ്സിലാക്കിയത്. എനിക്ക് വേറെ ഒരു അറിവ് അതിൽ കിട്ടിയിട്ടില്ല. ഡെഫിനറ്റായിട്ട് എല്ലാ പാട്ടുകളും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് എന്തായാലും ഇറക്കുന്നത്. അത് 100% അങ്ങനെ തന്നെ. ആഡ് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് കരിനീല കണ്ണ് ഹിറ്റ് അടിക്കുന്നതായിരുന്നു അങ്ങനെയാണെങ്കിൽ.
കൈനാൽക്കണ്ണ ഹിറ്റ് തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഓടിയെത്തി. ഭയങ്കരമായിട്ട് പൂമുത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ പൂമുത്തോളം ഞാൻ ചെയ്ത പാട്ടൊന്നും പോലും എനിക്ക് തോന്നാറില്ല. അത് ആൾക്കാരിലേക്ക് അങ്ങനെ എത്തിയത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട്. മ്യൂസിക് ഡയറക്ടർ പോയി അവിടെ, പക്ഷെ ആൾക്കാർ ഏറ്റെടുത്തു. അതാണല്ലോ വേണ്ടത്, ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആക്ച്വലി ശരിക്കും അത് കമ്പോസ് ചെയ്താൽ മാത്രമല്ല, രഞ്ജിത്ത് നല്ല പാട്ട് പാടും എന്നറിയാം. ആ പാട്ടൊന്ന് പാടിത്തരും രണ്ടുപേരും. പൂമുത്തോളെ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തു രഞ്ജിന് ഭയങ്കര മെലഡി സോങ്സ് ആണ് ഏറ്റവും കൂടുതൽ. റോക്സിനേക്കാൾ ഭയങ്കര അടിച്ചു പൊളിച്ചൊക്കെ പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കുറച്ച് പെട്ടെന്ന് അതാണ് വരിക, ബേസിക് ആയിട്ടുള്ള ഭാവം. അല്ല ശരിക്കും നമ്മൾ ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കേട്ട സിറ്റുവേഷൻ അനുസരിച്ചാണ് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് മെലഡി അല്ലെങ്കിൽ അതിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് അങ്ങനെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ടച്ച് മെലഡീസിനോട്ടാ പോകുന്നത് അല്ലേ? മെലഡീസ് ആണ് എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി, അങ്ങനെയല്ല എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ മെലഡീസ് പെട്ടെന്ന് വഴങ്ങും തോന്നുന്നു, അധികം ചിന്തിക്കാതെ സ്പോട്ടിൽ വരുന്ന ഒരു അതാണ്, പെട്ടെന്ന് വരും. അപ്പൊ സപ്പോസ് ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്യാൻ പറഞ്ഞാൽ ഫാസ്റ്റ് നമ്പർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് അൽമല്ലൂലൊക്കെ ഒരു ഫാസ്റ്റ് നമ്പർ വന്നിരുന്നു. ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, സിനിമ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മെലഡി മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ കൈൻഡ് ഓഫ് സോങ്സ് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ശരിക്കും റേഞ്ചിന് തന്നെ പാടാനാണോ തോന്നുന്നത്, അതോ ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനാണോ? എനിക്ക് പാടിപ്പിക്കാനാണ് തോന്നാറ്. ഇതുവരെ ഞാൻ ഒന്നിലും പാടിയിട്ടേ ഇല്ല. ഒരു ഇപ്പോൾ ജോസഫിൽ 5 സോങ്സും ഞാൻ പാടണമെന്നായിരുന്നു ജോയി ചേട്ടൻ്റെ ആഗ്രഹം. പപ്പേട്ടനും പറയായിരുന്നു പൂമുത്തോളെ എന്തായാലും നീ തന്നെ പാടിയാൽ മതി എന്ന് പറയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നാറില്ല, എനിക്ക് വേറൊരാൾ പാടി ഔട്ട്പുട്ട് പുറത്ത് വരുമ്പോഴാണ് ഹാപ്പി ആവാറ്. അപ്പോൾ ഇതുവരെ ഞാൻ പാടിയിട്ടില്ല. സ്വന്തമായിട്ടും തോന്നാറില്ല, എനിക്ക് പാടണം തോന്നാറില്ല. ഇല്ല. അയ്യോ, അത് നല്ലൊരു പാട്ടുകാരനല്ലേ, അപ്പൊ പിന്നെ എത്രയായാലും. അല്ല, എനിക്ക് പാടി കൊടുത്ത് പാടിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ്, പാടുമായിരിക്കും, അങ്ങനെയല്ല, അത് തീർത്ത് അവോയ്ഡ് ചെയ്യുന്നതല്ല. എനിക്ക് വേറൊരാൾ, ഞാൻ കമ്പോസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വേറൊരാളുടെ ശബ്ദത്തിൽ കൂടെ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവാറ്, നമുക്ക് തൃപ്തിയാവുള്ളൂ അല്ലേ? ഓക്കെ, അങ്ങനെ രഞ്ജിനെ ഒരാളെ കൊണ്ട് പാടിപ്പിക്കാം. നമുക്ക് ഇഷ്ടംപോലെ ലെജൻസ് ഉണ്ട്, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം കാണില്ലേ, ദാസേട്ടനെ പാടിപ്പിക്കണം 100% എല്ലാവരെയും പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. ദേവി അനുഗ്രഹിക്കട്ടെ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. കാര്യം എത്രയായാലും രഞ്ജൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിനെ എന്തായാലും നമ്മുടെ മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുവാണ്. അപ്പൊ എത്രയായാലും ആ ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്സും എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു എയിം എന്താണ് ഇപ്പൊ? എന്തായാലും ഫിലിം ഫീൽഡ് തന്നെയാണ്, അത് മ്യൂസിക് ഡയറക്ഷൻ തന്നെയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് വേറെ ഒന്നിലേക്കും ശ്രദ്ധ തിരിയാൻ തോന്നരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം തന്നെയായിരുന്നു മ്യൂസിക് ഡയറക്ഷൻ. അപ്പോൾ അവിടേക്ക് തന്നെ അവിടെ ഒരു തുടക്കം കുറിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ്. ഡെഫിനറ്റ്ലി എനിക്ക് എല്ലാ ഭാഷകളിലും ചെയ്യണം ആഗ്രഹം. എനിക്ക് തെലുഗു ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. തെലുഗു ഭയങ്കര എന്താ പറയാ, ഭയങ്കര അടിച്ചുപൊളിയൊക്കെ സാധനമല്ലേ? എനിക്ക് അങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തെലുഗു ഇൻഡസ്ട്രി പോയി ചെയ്യണം ആഗ്രഹമുണ്ട്. തമിഴ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്, തമിഴ് ഇൻഡസ്ട്രി ഇഷ്ടമാണ്. ശരിക്കും നമ്മുടെ മലയാളത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കത്തില്ലേ? ബിക്കോസ് നമ്മളൊരു തമിഴ് പടം ഇറങ്ങുമ്പോൾ ഇപ്പൊ വിജയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഒരു എന്താ പറയാ, അവർക്കൊരു പ്രത്യേക റിതമുണ്ട് അല്ലെ, ഡപ്പാങ്കൂത്ത് പോലെ. അത് പക്ഷെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കും, ആ ഒരു ഭയങ്കര ക്യാച്ചിയാണ് അത്. അതുപോലെ ഒരു ട്രെൻഡ് നമുക്ക് മലയാളിൽ വരാൻ പറ്റും, പക്ഷെ അതിനനുസരിച്ച് സിറ്റുവേഷൻസ് വരണ്ടേ ചേച്ചി. അത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഇപ്പൊ അൽമല്ലു എന്ന് പറഞ്ഞപ്പോൾ റീസെന്റ് ഇറങ്ങി ബോബൻ ചേട്ടൻ സംവിധാനം ചെയ്ത പടമാണ്. അപ്പോൾ അതിൽ ജാസ് ചേട്ടൻ പാടിയ പാട്ട് പക്ക ഡപ്പാങ്കൂത്ത് സോങ് ആണ്, തമിഴ് കൾച്ചറുള്ള സോങ് ആണ്. പക്ഷെ പലരും എന്നെ വിളിച്ചു ചോദിച്ചു, എന്താ രഞ്ജൻ ഇങ്ങനൊരു പാട്ട് ചെയ്തിരിക്കുന്നത്, ഇതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ശരിക്കും എന്താ പറയാ, കാറ്റഗറൈസ് ചെയ്തു. അതാണ് പ്രശ്നം. എനിക്ക് ആഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മെലഡി ഒന്നും അല്ല, എല്ലാ കൈൻഡ് ഓഫ് പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ടിങ്ങും കാര്യങ്ങളും കൊണ്ടുവരാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം.
പക്ഷെ അത് ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ജോസഫ് പോലത്തെ പാട്ടുകൾ മാത്രമാണ് നല്ല പാട്ടുകൾ എനിക്ക് ചെയ്യാൻ അറിയുന്നത് എന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ എല്ലാവരും പറയുന്നത് എന്താ പറയാ, മെലഡികളുടെ രാജകുമാരൻ എന്ന് പറയുന്നത് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടനെയാണ് ഏറ്റവും കൂടുതൽ അല്ലെ. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ജയചന്ദ്രൻ ചേട്ടൻ ചെയ്യുന്ന എല്ലാ പാട്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാണ്. എപ്പോഴെങ്കിലും പുള്ളി ഇൻസ്പയർ ആയി തോന്നിയിട്ടുണ്ട്? പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് ജയചന്ദ്രൻ സാറ് മാത്രമല്ല, മലയാളത്തിൽ നമ്മൾ ഗോപിച്ചേട്ടനാണെങ്കിലും ഷാനിക്കാണെങ്കിലും പ്രശാന്ത് പിള്ളയാണെങ്കിലും എല്ലാ മിഥുൻ റൈഡേഴ്സിൽ നിന്നും നമുക്ക് ഒരുപാട് എടുക്കാം. സുഷി, ഇപ്പോഴത്തെ യങ് ജനറേഷൻ നമ്മുടെ കൂടെയുള്ള സുഷിൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും നിന്നും എടുക്കാൻ ഒരുപാട് ലെസൺ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കുട്ടിയാണ് ഉറപ്പായിട്ടും. ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം പല ലാംഗ്വേജിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഓരോ ട്രെൻഡ് അന്നത്തെ മനസ്സിലാക്കണം. ഇപ്പം അവരെന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അത് നോക്കണം, അത് ഡെഫിനറ്റ് ആയിട്ട് നോക്കണം. കാരണം ഇപ്പോൾ തമിഴിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം കടാവർ എന്ന് പറഞ്ഞ മൂവിയാണ്. അമല പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടാണ് അഭിലാഷ് എഴുതിയ പടമാണ് അത്. അപ്പോൾ അഭിലാഷാണ് എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പോൾ ആ സിനിമയിൽ ആദ്യം നമ്മൾ പോയത് ആ സിനിമയുടെ ഒരു കൾച്ചറിനോടൊപ്പം തന്നെ തമിഴിൽ ഇപ്പോഴത്തെ സൗണ്ടിങ്ങും അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം കിടപിടിച്ച് നിൽക്കാൻ തക്ക സൗണ്ടിങ് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി 100%. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇഷ്ടമുള്ളത് മെലോഡിയാണ്. എനിക്ക് മനസ്സിലായത് അതാണ്. കാരണം നമ്മൾ എന്തൊക്കെ സൗണ്ടിങ് കൊണ്ടുവന്നാലും അതിൻ്റെ ഉള്ളിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ചെറിയ ഗമകങ്ങളൊക്കെ ഉള്ള അത് വരുമ്പോ ഹാപ്പിയാണ്. മെജോറിറ്റി കേട്ടോ, നോട്ട് എവ്രി വൺ, മെജോറിറ്റി. പക്ഷെ നമുക്ക് അതില് ഏത് കൈൻഡ് ഓഫ് മെലോഡിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു കുഞ്ഞു ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അപ്പൊ ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ രഞ്ജൻ, നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ, ഇപ്പൊ ഇത് രഞ്ജന്റെ മ്യൂസിക് ആണ്. ഏതൊരു വ്യക്തിക്കും ഒരാളെക്കാട്ടിലും ഇച്ചിരി മുന്നേ ആവണം എന്നുള്ള, ഏതായാലും പഠിക്കുന്നതാണെങ്കിലും നമ്മൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്നുള്ള തോന്നൽ ഏതൊരു കുട്ടിക്ക് ഉണ്ടാവും. ഈവൻ അത് പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും. അങ്ങനെ ഉള്ളിലെ രഞ്ജിന് ഉണ്ടാവില്ലേ, മ്യൂസിക് ഡയറക്ടർ ഐ ഷുഡ് ബിക്കം ദ ബെസ്റ്റ് എന്നൊക്കെ തോന്നാറില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല ചേച്ചി, എനിക്ക് എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കണം എന്ന് എനിക്ക് ഉണ്ടാവാറ്. അത് ആ ഔട്ട്പുട്ടിലേക്ക് എത്തിയാൽ മാത്രമേ ഞാൻ ഔട്ട് ഇറക്കാറുള്ളൂ. അത് സത്യമാണ്. എനിക്കല്ലാതെ അവരെക്കാട്ടിലും എന്നുള്ള സംഭവം ചിന്തിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു കാലിബർ അറിയാം. അതിന്റെ എക്സ്ട്രീമിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അതാണ് അതിന്റെ ഒരു ഒരിക്കലും സത്യമായിട്ടില്ല. ഉണ്ടാവണ ഞാൻ വിളിച്ചറിയിക്കാം. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു ഡീസന്റ് കൊച്ചാണ്. അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി നമുക്ക് ഒരു ട്രെൻഡ് മാറ്റണം എന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേറെ രീതിയിൽ വരണം എന്നോ അങ്ങനെ എന്തെങ്കിലും? അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും അത്തരം പടങ്ങളും അതിനോട് കൂടെ നിൽക്കുന്ന ഡയറക്ടേഴ്സും വന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ ട്രെൻഡ് മാറും. അത് ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചേച്ചി, ഒരു പരിധി വരെ. കുറെയൊക്കെ പറ്റുമായിരിക്കും, എങ്കിലും ഇപ്പൊ ഡയറക്ടർ എക്സ്പെക്ടിൽ നിന്നും നേരെ ഉൾട്ട കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ഒരു ചേഞ്ച് മ്യൂസിക്കിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞാൽ ഒരു പാചകം ചെയ്യുന്ന പോലെ തന്നെ 4 പൊടികൾ വെച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും ഒരു അതിൽ ചേരുവകളിൽ എന്ത് മാറ്റം കൊണ്ടുവന്ന ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാവുന്ന മാത്രം ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും ചേരാത്തതിനെ ഇവിടെ ചേർക്കാനും പറ്റില്ല. ബേസിക് ആയിട്ടുള്ള ചില ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് എന്തായാലും ഫിൽ ചെയ്തേ പറ്റൂ. പിന്നെ അതിൽ ഔട്ടർ ലെയറിലെങ്കിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്ന് കാണുന്നവർക്ക് ഒരു വ്യത്യസ്തത എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കാം. അത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പൂമുത്തോളി എന്ന് പറഞ്ഞ പാട്ട് എടുക്കാം. ആ പാട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെ വേണമെങ്കിലും അത് അറേഞ്ച് ചെയ്യാം. സിംഫോണിക് നമുക്ക് വേറെ പുറത്തുനിന്ന് വല്ല ലണ്ടൻ സ്ട്രിങ്സിനെ കൊണ്ടൊക്കെ സ്ട്രിങ്സ് വായിപ്പിക്കാം. അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അതിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആകെ ഒരു തബലയും ഫ്ലൂട്ടും മാത്രമേ ലൈവ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കോഡ് മാത്രമേ അതിൽ പോകുന്നുള്ളൂ. ഒരു ചെറിയൊരു സ്ട്രിങ്സിൻ്റെ ഒരു പാഡും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6-7 ട്രാക്സൊക്കെ അതുള്ളൂ. അപ്പോൾ അതാണ് അതിനെ വ്യത്യസ്തനാക്കിയത് ആ പാട്ടിനെ. ശരിക്കും രഞ്ജൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിലെ മ്യൂസിക് കമ്പോസറാണ്. നമ്മുടെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നല്ല ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്ന നല്ല ലെജൻസ് ഉണ്ട് നമുക്ക് ഇപ്പോഴും. ആരെങ്കിലും രഞ്ജനെ വിളിച്ചിട്ട് ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്തു മോനെ? എനിക്ക് ഒരുപാട് പേരുടെ അപ്രിസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ മോസ്റ്റ്ലി കുറേ ഡയറക്ടേഴ്സ് ആണെങ്കിലും കുറേ എല്ലാ പാട്ടുകാരും നമ്മളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മിക്ക പാട്ടുകാരും മ്യൂസീഷ്യൻസ്, എം ജയചന്ദ്രൻ സാർ അടക്കം നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അപ്രിസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഗോപിച്ചേട്ടൻ, ഒരുപാഡ് പേര്. രഞ്ജൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തതല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മെലഡി സോങ് പഴയതാണോ അതോ? ഞാൻ ഈ പറഞ്ഞ രവീന്ദ്ര മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എല്ലാ പാട്ടുകളും പിന്നെ നമുക്ക് ഒരു മലയാളികൾക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മെലഡീസ് എല്ലാം ഇങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ടാവും. അതൊക്കെ തന്നെ ആയിരിക്കും.
മേടമാസപ്പുലരി കായലിൽ ആടിയും കതിരാടിയും നിന്നീല നയന ഭാവമായി മേടമാസ പുലരി കായലിൽ. ഇങ്ങനത്തെ പാട്ട് ശരിക്കും നമുക്ക് കേട്ടാലും മതിയാവില്ല അല്ലേ? ശരിക്കും എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇങ്ങനെ രവീന്ദ്ര മാസ്റ്ററിനെ പോലത്തെ ഇങ്ങനെയൊക്കെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു പാട്ട് അല്ലെ? രവീന്ദ്ര മാസ്റ്റർ മഴയത്ത് മുൻപേ മാറ്റി നിർത്താൻ വേറെ ആളില്ല അല്ലെ? അതിനൊരു എന്താ പറയാ, വേറൊരാള് വെക്കാനും എനിക്ക് തോന്നുന്നില്ല, പറ്റില്ല. അതൊക്കെ ശരിക്കും ഒരു ലെജൻസ് ആണ്. തൊട്ടാ മുത്താവോന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അവരൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ശരിക്കും ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടില്ലേ രഞ്ജിനെ? രവീന്ദ്ര മാഷും ജോൺസൺ മാഷ് കാലഘട്ടത്തിൽ ഭീകരമായിട്ട് രവീന്ദ്ര മാഷിന് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. എന്നെ കൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഒരു പാട്ട് പാടുന്ന പറഞ്ഞാൽ ഇന്നും എന്റെ കണ്ണുനീരിൽ ഞാൻ അവിടെ ഇരുന്ന് ഒറ്റടിക്കങ്ങ് പാടും. അതാണ് അത്, അല്ലെങ്കിൽ ദേവാങ്കണങ്ങൾ. അപ്പോൾ അതെനിക്ക് അത്രയും ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് ചെറുപ്പം തൊട്ട്. കാരണം ഞാൻ ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ടേപ്പ് റെക്കോർഡറിൽ എപ്പോഴും വെച്ചിട്ടുണ്ടാവും ഈ പാട്ടിലൊക്കെ, ഇത്തരം പാട്ടിലൊക്കെ. അത് കേട്ടുകൊണ്ടാണ് എൻ്റെ ഓണറിലും അങ്ങനെ സ്കൂളിൽ പോകുന്ന വരെ ആ പാട്ടിൽ കേട്ടുകൊണ്ടായിരിക്കുന്നത്. റേഡിയോയിലും ഒക്കെ അല്ലേ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു അതിനോട് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമുണ്ട്. ശരിക്കും ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സോങ്, അതായത് നിങ്ങൾക്കൊക്കെ പറഞ്ഞാലേ അതറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല, പക്ഷെ എന്നാൽ ആ നോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നും അതെങ്ങനെ കമ്പോസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇപ്പോൾ ഈ മോഹനം എന്ന് പറഞ്ഞ രാഗത്തിലാണ് ഇപ്പൊ ഞാൻ പാടിയ പാട്ട്. അത് ആക്ച്വലി മോഹനം വേറെ ഏത് കമ്പോസേഴ്സ് ചെയ്യുന്നതെന്നും ഒരു പൊടിക്ക് വ്യത്യസ്തമായിരിക്കും രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്യുന്ന മോഹനം. ഇപ്പം ഏതോ നിത്യതൻ മോഹനത്തിൽ കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ രവീന്ദ്ര മോഹനം എന്ന് അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ അത് പെക്യുലിയർ ആയിട്ട് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ആ മോഹനത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് രവീന്ദ്ര മാഷ്. അത് പുള്ളിയുടെ ഓൺ ശൈലിയാണ്. ഓൺ ശൈലി. പുള്ളിയുടെ ഏത് മോഹന രാഗത്തിൽ കമ്പോസ് ചെയ്ത പാട്ടിൽ നോക്കിയാലും അത് സാധാരണ കേൾക്കുന്ന മോഹനം പോലെ ഫീൽ ചെയ്യില്ല നമുക്ക്. എന്തോ ഒരു വ്യത്യസ്തമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ സ്കെൽറ്റന് വരെ നോക്കാറുണ്ട് ഒരു പാട്ടിന്റെ. മിക്ക പാട്ടുകളുടെ നോക്കുക. ഐ മീൻ ഡിഫിക്കൽട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടിലെ ഞാൻ നോക്കും. അതെങ്ങനെ അതുണ്ടായി, ഏതാണ് അത് എന്നൊക്കെ ശരിക്കും നമ്മൾ അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട പാട്ടാണ് തോന്നിക്കാനേ നോക്കും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കേട്ട് വിടാറുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴല്ലേ നമുക്ക് എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വരും, ആ ഈ പാട്ട് എവിടെയെങ്കിലും നമ്മൾ അല്ലേ എവിടെയെങ്കിലും നമ്മുടെ ഇനി അപ്കമിങ്. എനിക്ക് തന്നെ ഇപ്പൊ കമ്പോസിംഗിൽ ഇപ്പൊ ഈ മോഹനം എന്ന് പറഞ്ഞ രാഗം എവിടെയെങ്കിലും യൂസ് ചെയ്യണം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇത്തരം പാട്ടുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അതെ, ഈ പൂമുത്തോളം എന്ന് പറയുന്ന രഞ്ജിൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ട്. അത് രഞ്ജിത്തിന്റെ കമ്പോസിഷനിൽ തന്നെ ഏതെങ്കിലും രഞ്ജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട്, എപ്പോഴും പാടാൻ തോന്നുന്ന ഒരു പാട്ട്? കരിനീലക്കണ്ണുള്ള പെണ്ണ് ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കരിനീലക്കണ്ണുള്ള പെണ്ണ്. അപ്പോൾ അവൾക്ക് വേണ്ടി അത് പാടാം. കരിനീലക്കണ്ണുള്ള പെണ്ണ് മഴവില്ലിൻ ചിറകുള്ള പെണ്ണ് കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള് കരിമുകിൽ ചേലായി മിന്നും മുടിമേടഞ്ഞിട്ടോള് കണ്ണിനാൽ നെഞ്ചിനകത്തായന്നൊരിക്കലമ്പ് നെയ്തതെന്താണ് കണ്ണിനാൽ നെഞ്ചിനകത്തായന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്. ശരിക്കും ഞാൻ വിചാരിക്കായിരുന്നു രഞ്ജിത്ത് കമ്പോസ് ചെയ്തൊക്കെ രഞ്ജിത്ത് പാടിയാലും നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഇമോഷൻ കുറച്ചും കൂടെ വർക്ക് ആവില്ലേ? അത്രയും ഉൾക്കൊണ്ടിട്ടല്ലേ അത് പാടുക. അല്ലെ, ഞാൻ പാടുമ്പോൾ മാത്രമായിരിക്കില്ല, എല്ലാ കമ്പോസേഴ്സും അവർ പാടുമ്പോൾ അതിന്റെ വേറെ ഫീൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ ചേട്ടനൊക്കെ കുറച്ച് അങ്ങനെ വരുമ്പോഴാന്ന് തോന്നുന്നു തന്നെത്താനെ കുറെ പാട്ട് സ്വയം പാടുന്നത്. പെരുമഴക്കാലം ഞാൻ അത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞപ്പോ അത് കുറച്ചുകൂടെ എനിക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ വോയിസ് ക്വാളിറ്റി അതിനെക്കാട്ടിലൊക്കെ ഉപരി അതിന്റെ ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കമ്പോസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. ശരിക്കും ആ സിറ്റുവേഷൻസും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് അത്രയും ഉൾക്കൊണ്ടിട്ട് അങ്ങ് പൊട്ടി ഔട്ട്പുട്ട് വരുന്നതല്ലേ അല്ലേ? ഫാമിലി വൈഫ് പാടും. വൈഫ് കുറച്ച് അത്യാവശ്യം പാടും. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലുതായിട്ടൊന്നും പാടുന്നില്ല. പക്ഷെ പാട്ടിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. തെറ്റൊക്കെ പാടിയാലും കമ്പോസ് ചെയ്യുമ്പോൾ പോലെ മിസ്റ്റേക്സ് വന്നാൽ പോലും പറയും. ഇനി വരുന്ന പ്രോജക്റ്റ് തമിഴല്ലാതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നൊരു പടം നടക്കുന്നു, മലയാളം. പിന്നെ കാവൽ നടക്കുന്നു, നിതിൻ എൻ ജി പണിക്കരുടെ മൂവി. പിന്നെ മെലഡീസ് ആണ് അല്ല, കർണനിൽ എല്ലാം ഉണ്ട്, എല്ലാ കൈൻഡ് ഓഫ് സോങ്സും ഉണ്ട്. കാവലിൽ 2 മെലഡീസാണ്. കടാവർ എന്നാണ് തമിഴ് മൂവിയുടെ പേര്. അതും 2 മെലഡീസാണ്.
രഞ്ജിനെ നോക്കി വരുന്ന എല്ലാം മെലഡി ടൈപ്പാണ്. പപ്പേന്റെ ഒരു മൂവി വരുന്നുണ്ട്, ആസിഫ് അലി സുരാജ് ഏട്ടൻ പ്രൊജക്ട്. അതിൽ ഒരു ചെറിയ ഫാസ്റ്റ് നമ്പറും എന്നാലും ബാക്കി അല്ല ഒരു മെലഡിയും ഒരു കുറച്ച് ഫൺ ഓറിയന്റഡ് അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു റൊമാൻസ്, അങ്ങനെ ഒരു ട്രാക്സ് ആണ്. റൊമാൻറ്റിക് ആയാലും അത് മെലഡി ആയി മാറും. അല്ല പക്ഷേ ഇതില് റൊമാൻസ് ചേച്ചി ചോദിച്ച പോലെ ഡിഫറെന്റ് അപ്രോച്ച് ആണ്. പപ്പേന്റെ പ്രൊജക്ട് വരുമ്പോൾ ഞാൻ അയച്ചു തരാം. അതാണ്, അപ്പൊ ഞങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അഭിനയിക്കാൻ ഇഷ്ടമാണ്? എനിക്കോ? എനിക്ക് എന്നെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടേഴ്സ്. ആരായി ചോദിച്ചെന്നാണോ? ഇല്ല ഇല്ല, എനിക്ക് അഭിനയത്തിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചെയ്യാൻ അറിയാൻ സാധ്യതയില്ല. ഇനി മലയാളത്തിൽ വരുന്ന ഇത്, തമിഴില് വേറെ പ്രോജക്റ്റ്? തമിഴിലില്ല, തമിഴില് ഇപ്പൊ കടാവർ മാത്രമാണ് ചെയ്യുന്നത്. തെലുങ്കു? ഇല്ലില്ല, അതൊക്കെ അത് സ്വപ്നങ്ങളുടെ അളവാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? സ്വപ്നങ്ങളൊക്കെ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളികളുടെ ശുദ്ധ മനസ്സുള്ള മലയാളികൾ എപ്പോഴും ആശംസിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. എത്ര ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു ഡെയിലി റൂട്ടീനിൽ ശരിക്കും രഞ്ജിന് ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടോ? അങ്ങനെ ഒരിക്കലും ടൈം വെക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വെക്കാൻ പറ്റില്ല ആക്ച്വലി. അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ്, ഇങ്ങനെ സ്ട്രക്ചറൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്ക് പറ്റാറില്ല, കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ പറ്റാറില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കും രാവിലെ ഒരു പ്രാവശ്യം ഇന്നൊരു 6 മണിക്ക് തുടങ്ങാം, എന്നിട്ട് വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും എല്ലാ പരിപാടിയും നിർത്തി വീട്ടിൽ പോയിരിക്കാം, പുറത്ത് കറങ്ങാൻ പോകാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും പറ്റാറേ ഇല്ല. സമയപരിധി എന്തായാലും പറ്റില്ല, നമുക്ക് അങ്ങനെ വിചാരിച്ചാലും നടക്കില്ല. ഓക്കെ, ഇപ്പൊ ഇത്രയും സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടി, രവീന്ദ്ര മാസ്റ്ററിന്റെ പാട്ട് പാടി, പക്ഷെ എന്റെ ഒരു ഇഷ്ടം, ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട്, അതൊന്ന് പാടിത്തരുമോ? ഇനി ഏതെങ്കിലും ഒരു പാട്ട് ആടി മുഹമ്മദ് സാറിന്റെ. कोरा कागज था ये मन मेरा, लिख लिए नाम इस पे तेरा. പാടൂ. സൂന ബാക്കി പാടാറില്ല, അത് ഫീമെയിലാ. അതുകൊണ്ട് ഞാനും പാടുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ അങ്ങ് തരാം, അതല്ലാതെ വേറെ പറ്റിയല്ലോ. എനിക്ക് പാട്ടൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്നാ വേണമായിരുന്നു, ഞാനിപ്പോ എവിടെ ഇരുന്നേനെ. ഒറ്റ കാര്യം, ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇനി ചോദ്യം ചോദിക്കുന്നില്ല, കഴിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ തരണം. എന്താ സംഭവം അറിയോ? ഇത് നല്ലതാണോ ചീത്തയാണോ മാത്രം എന്റെ പ്രേക്ഷകരോട് പറഞ്ഞാൽ മതി. ഗംഭീരായിട്ടുണ്ട്. ഏത് ക്യാമറയിലാണ് പറയുന്നത്? ശരിക്കും ഭയങ്കര എക്സ്ട്രീംലി സൂപ്പർ. നല്ലതായിരുന്നല്ലോ. ചിക്കൻ സ്പെഷ്യലി. ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ള? ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കൂ, നോൺ വെജില്. കണ്ടോ, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. മട്ടൻ കഴിക്കില്ല, ബീഫ് കഴിക്കില്ല, പോർക്ക് കഴിക്കില്ല. ഫിഷ് വല്ലപ്പോഴും. വഴക്ക് പറഞ്ഞാൽ ഒരു കഷ്ണം പേരിന്, അതും ഫ്രൈ, ഡീപ് ഫ്രൈ ആയിരിക്കണം. അതിന്റെ മണമൊന്നും പാടില്ല, അതിന്റെ പച്ച അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇച്ചിരി ഭാര്യ ഇച്ചിരി പ്രയാസപ്പെടുന്നു ചുരുക്കം അല്ലേ? അപ്പൊ പുള്ളിക്കാരത്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഫിഷ്, സീ ഫുഡ് എല്ലാം. അവരുടെ ഫാമിലിക്ക് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ആണ് ബിസിനസ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ആ മീനിന്റെ ഇടയിൽ കിടന്ന കുട്ടിയോട് വന്നിട്ട് മീൻ തുടരുത് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. പക്ഷെ എന്തായാലും ഐ എം സോ ഹാപ്പി, ഐ എം താങ്ക്ഫുൾ ടു യു. കഴിക്കുന്നതിനിടെ വർത്താനം പറയലെന്ന് പറഞ്ഞതാ, പക്ഷെ എന്നാ ചെയ്യാനല്ലേ, സ്വഭാവം ഇതായിപ്പോയി. വർത്താനം നിർത്തരുതെന്ന് പറഞ്ഞാൽ പറ്റിയല്ല. രഞ്ജിത്ത് ശരിക്കും സെറ്റിൽ ആയിരിക്കുന്ന ട്രിവാൻഡ്രം, എറണാകുളം എവിടെയാ? കുഞ്ഞുനാള് മുതലേ? ഞാൻ പാലക്കാടാണ് ജനിച്ചു വളർന്നല്ല. ഞാൻ 2011 ആയപ്പോ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കേ, ചേച്ചിയൊക്കെ എപ്പോഴാണ് അവിടെ പോയി? നേരത്തെ പോയി, ഒരു 2007-8 പോയിട്ടുണ്ടാവും. ആണോ? ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊച്ചിക്ക് വന്നത്? ഞാൻ ഫാമിലി അല്ല, അച്ഛനൊക്കെ ഇപ്പോഴും പാലക്കാട് തന്നെയാണ്. ഓ, അപ്പൊ അച്ഛന്റെ കൂടെ ആരാ ഉള്ളത് അവിടെ? ഇപ്പോ അച്ഛൻ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചുറ്റും ആണ്. അങ്ങനെ ഒരു കുടുംബമാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അടുത്തടുത്ത വീടുകളൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. പിന്നെ അച്ഛൻ അവിടെ അമ്പലം കാര്യങ്ങള്, അതിന്റെ ട്രഷറർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇൻവോൾവ് ആണ്. പക്ഷെ നമ്മുടെ ഫ്ലാറ്റിലൊന്നും വന്നിരിക്കാൻ കേട്ടോ. ഇങ്ങനെ പാടത്തും പറമ്പത്തും ഒക്കെ നടക്കുന്ന ഒരു വ്യക്തി ഫ്ലാറ്റിൽ ഇരുത്തുക എന്ന് പറയാൻ നടക്കാത്ത, അവർക്ക് ബോറടിക്കുമെന്നേ. വെറുതെ ചുമ്മാ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും ഫ്ലാറ്റിൽ വന്നിരുന്നാലും അവിടെ ഇരിക്കില്ല. പറ്റിയല്ല, അവർ ശീലിച്ചിരിക്കുന്ന അങ്ങനെയല്ലല്ലോ. ഇതിനകത്ത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു നല്ലൊരു കാര്യം എന്താ വെച്ചാൽ രഞ്ജിന്റെ ഫസ്റ്റ് മൂവിയും സെക്കൻഡ് മൂവിയും ഒരേ ഡേ അല്ലേ റിലീസ് ആയത്? 2 പടങ്ങൾ ഒരുമിച്ച്. ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്തതും എനിക്ക് കിട്ടിയായിട്ടുള്ള പടം നിത്യഹരിത നായകൻ, ധർമ്മൻ ചേട്ടൻ
പ്രൊഡ്യൂസ് ചെയ്ത വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ട് അഭിനയിച്ച പടമായിരുന്നു. ബിനുരാജ് സാറായിരുന്നു സംവിധാനം ചെയ്തത്. പുള്ളിയാണ് ശരിക്കും എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തരുന്നത്. പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒക്കെ അടുത്തെത്തുമ്പോഴാണ് തോന്നുന്നു ജോസഫ് വന്നത്. പിന്നെ ജോസഫിന്റെ പ്രൊഡക്ഷനൊക്കെ ഭയങ്കര സ്പീഡിലാണ് നടന്നത്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് രണ്ട് പടം ഒരുമിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഇല്ലേ? നവംബർ 16 അതാ പറഞ്ഞു, കുറച്ച് എൻ്റെ ആദ്യത്തെ ആയതുകൊണ്ട് അത് എങ്ങനെയാ ടെൻഷൻ ഒന്നും എനിക്ക് അറിയില്ല. അതാണ് ഇപ്പോൾ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടാണ് രണ്ട് പടം ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ആദ്യം അങ്ങനെ ആയതുകൊണ്ട് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ട്. ആദ്യം എല്ലാവരും ചോദിക്കും ആദ്യം ഏത് സിനിമ കാണും എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്നെ കൊണ്ട് എല്ലാവരും. ആക്ച്വലി ഏത് സിനിമ അത് കണ്ടത്? ആദ്യം കണ്ട നിത്യഹരിത നായകനായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് മൂവി അത് മോർണിംഗ് ഷോന് പോയി കണ്ടിട്ട് ഉച്ചയ്ക്കാണ് ജോസഫ് കാണുന്നത്. ഓ ഓക്കെ. ആക്ച്വലി ഇതിനകത്തൊരു ചെറിയൊരു കണ്ണിങ് ചോദ്യമാണ്. ആക്ച്വലി രഞ്ജിന്റെ മാരേജ് അറേഞ്ച്ഡ് ആയിരുന്നു, ലവ് മാരേജ്? അത് ലവ് കം അറേഞ്ച്ഡ് ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? അത് ആക്ച്വലി സത്യമേ പറയാം, ഞാൻ സത്യം പറയുള്ളൂ. എന്തിനാ കല്യാണം കഴിച്ചില്ല, എന്തിനാണോ പറയുന്നത്? ഇത് ആക്ച്വലി ഞാനൊരു 6ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ തൊട്ട് അവളെ കണ്ടിട്ടുണ്ട്. താര എന്ന പേര്, ശില്പ എന്നാണ് പേര്, താര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം കാണുമ്പോഴേ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിലൊക്കെ, 6, 7. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്ന 6ാം ക്ലാസ്സിൽ. സത്യമായിട്ടും ഞാൻ സത്യമേ പറയൂ, ഞാൻ പറഞ്ഞല്ലോ. 6ആണോ 7ആണോ എനിക്കറിയില്ല, 7ഒക്കെ ആയിരിക്കണം. ഈ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ബാലവിവാഹം പോലെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഫ്രണ്ടായിരുന്നു താരയുടെ അമ്മ. അപ്പം അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പണ്ട് പരിചയപ്പെടുന്നത് ഞങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്കായിരിക്കും. അതുപോലെ ഇവർ പാലക്കാട് വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കായിരിക്കും. അങ്ങനെ അത്രയും ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. എന്ത് കല്യാണം വിശേഷങ്ങൾ എന്തുണ്ടെങ്കിലും ഇവരിവിടെ നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ ആയിരുന്നു ഇവരും. അപ്പോൾ അങ്ങനെയുള്ള ഇതായിരുന്നു. ഒരു +1 +2 ഒക്കെ എത്തിയപ്പോൾ കുറച്ചും കൂടെ അഫെക്ഷൻ തോന്നി. പിന്നെ ഒരു ഗ്രാജുവേഷൻ 2nd ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. ഇങ്ങോട്ട്? ഞാൻ വിചാരിച്ചു ഇപ്പൊ രഞ്ജിന് അങ്ങോട്ട് എപ്പോ പറയാൻ. എനിക്ക് പേടിയാണ്, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. അപ്പൊ പിന്നെ പുള്ളിക്കാരത്തിക്ക് അത് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഈവൻ അങ്ങനെ ഒന്നും മെസ്സേജ് ചെയ്യാനോ അങ്ങനെ പുറകെ നടക്കാനൊന്നും എനിക്ക് പേടിയാണ്. എനിക്ക് അറിയില്ല അതിനെ പറ്റി. അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ലഡു പൊട്ടി. അടുത്ത സെക്കൻഡ് ഓക്കെ അടിച്ചില്ലേ? നോവേ പറഞ്ഞില്ല. എങ്ങനെ നോ പറയാൻ? 6ാം ക്ലാസ് തുടങ്ങിയ പ്രണയം, അന്നേരം പിന്നെ എങ്ങനെ നോ പറയാനാ? കിട്ടിയതോ ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നൊരു ലവ് പറഞ്ഞപ്പോഴത്തേക്ക് ഷുഡ് അപ്രീഷിയേറ്റ് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും അതും ഒരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവം അതും കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഐ എം സോ ഹാപ്പി രഞ്ജിത്ത്. ബിക്കോസ് എന്താണെന്ന് പറയാം, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആസ് എ മലയാളി ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ രഞ്ജിന് ഉണ്ടാവട്ടെ, ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആവട്ടെ. നമ്മളൊക്കെ ഏറ്റവും എന്താ പറയുക, മലയാളികൾക്ക് ഏറ്റവും അഭിമാനമാവുന്ന ഒരു മ്യൂസിക് കമ്പോസറായി മാറട്ടെ. ഞങ്ങളുടെ എല്ലാ മലയാളികളുടെയും, ഈ കാണുന്ന ചേച്ചിമാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന രഞ്ജിന്റെ കൂടെ ഉണ്ടാവും. എല്ലാ ബ്ലെസ്സിങ്സും ദേവി തരട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. എന്നെ ഇതിലേക്ക് വിളിച്ചതിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. ആൻഡ്യൂസ് കിച്ചണിലേക്ക്. ഞാൻ പറഞ്ഞല്ലേ, അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ ആയിരുന്നു. അമ്മ കാണുന്ന ഒരേ ഒരു ഷോ ആയിരുന്നു. ഇത് മാത്രമാണ് വയ്ക്കുക. ഇത് എത്ര റിപ്പീറ്റ് ഉണ്ടെന്നൊക്കെ, ഏത് സമയം എന്നൊക്കെ, എവിടുന്ന് ഏത് അർദ്ധരാത്രി വിളിച്ചു ചോദിച്ചാൽ അമ്മ പറയും. അത്രയും ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന അപ്പോൾ അമ്മ ഉള്ള സമയത്തേക്ക് വരാൻ പറ്റില്ല, എങ്കിലും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പ്രോഗ്രാമിൽ എനിക്ക് വരാൻ പറ്റിയ ലൈഫ് ഫീൽ സോ ഹാപ്പി. നല്ല ഫുഡ് തന്നെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അമൃത ടിവിയോട് ഒരു വലിയ നന്ദി അറിയിക്കുന്നു. എൻ്റെ പാട്ടിൽ ഇഷ്ടപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്.